ഇത് നമുക്കൊരു അടിപൊളി വെണ്ടയ്ക്ക അവിയൽ തയ്യാറാക്കി എടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഇതൊന്ന് 4ആയിട്ടൊന്ന് കീറിയെടുക്കണം. വലിയ വെണ്ടയ്ക്കയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ 2ആയിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ചെറുതാണെങ്കിൽ നമുക്ക് മുഴുവൻ തന്നെ വെച്ചിട്ട് 4ആയിട്ടൊന്ന് കീറിയെടുത്താൽ മതിയാകും. വെണ്ടയ്ക്ക അവിയൽ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നമുക്ക് നല്ലത് പിഞ്ച് വെണ്ടയ്ക്കയാണ്. അധികം മുറ്റാത്ത നോക്കി എടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. മുറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിഞ്ച് വെണ്ടയ്ക്ക ആയിട്ട് എടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതെല്ലാം വേഗത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്ത് പുഴുക്കൾ കാണും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ഓരോ വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഇതുവരെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനകത്ത് നന്നായിട്ട് പുഴുക്കളുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെണ്ടയ്ക്കയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇതുപോലെ ഓരോ വെണ്ടയ്ക്കയും 4ആയിട്ട് കീറിയെടുത്തിട്ടുള്ളതാണിത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി എടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കഷ്ണം ചെറിയ ഉള്ളിയും 1 കഷ്ണം വെളുത്തുള്ളിയാണ് വേണ്ടത്. അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 നുള്ളി ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചതയ്ക്കേണ്ട ആവശ്യമില്ല. അത് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതെല്ലാം കൂടി ആ തേങ്ങാക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പിഞ്ച് മാത്രം ചേർത്താൽ മതി, കൂടിപ്പോകരുത്. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വെണ്ടയ്ക്ക എങ്ങനെയാണ് കട്ട് ചെയ്ത് അതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അടുത്തായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ ഉപയോഗിക്കരുത്, കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ച് അതിൻ്റെ ആവി ഒന്ന് കയറുന്ന വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇത് നമുക്കിതിലേക്ക് വെള്ളമോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അവരുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ പച്ചക്കറി കൊണ്ട് അവിയൽ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. വെണ്ടയ്ക്ക ആയത് കാരണം വേറെ 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മാത്രം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കിട്ടുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.